ശ്യാമ എന്ന ഭാര്യ. രചന ഷാലിനി അനിൽകുമാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഏറെ നേരമായി ശ്യാമ അവിടെ തളർന്നിരിപ്പാണ്. അവൾക്കിത്തിരി വെള്ളം കിട്ടിയാൽ നന്നായിരുന്നെന്ന് തോന്നുന്നുണ്ട്. അടുക്കള തൊടിയിലെ വാഴച്ചുവട്ടിൽ നോക്കാനിരിക്കുന്ന ശ്യാമയെ നോക്കി ചുണ്ടുകൂട്ടി എന്തോ ആംഗ്യം കാണിച്ചതല്ലാതെ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പോലും ശാരദ കൂട്ടാക്കിയില്ല. ശ്യാമയുടെ ഭർത്താവ് ശ്രീധരന്റെ അമ്മയാണ് ശാരദ. ഉറക്കമെണീറ്റ് വന്നതേ ശ്രീധരൻ കാണുന്നു ഛർദ്ദിച്ച് നടന്ന ശ്യാമയാണ്. അയാൾ വേഗം ചെന്ന് അവളുടെ ചുമൽ തടവിക്കൊടുത്തു. എന്താ എന്തുപറ്റി ശ്യാമയെ? അവൾ മുഖം തിരിച്ച് തളർന്ന കണ്ണുകൾ കൊണ്ട് അയാളെ നോക്കി. ഒന്നുമില്ല ശ്രീധരേട്ടാ, പെട്ടെന്നൊരു ഓക്കാനം പോലെ. സാരമില്ല, ഇപ്പൊ ആശ്വാസമുണ്ട്. അടുക്കളയിലേക്ക് ചെല്ലട്ടെ, ഒരു 100 കൂട്ടം പണിയുണ്ട്. അവൾ മുറ്റത്തെ ടാപ്പിൽ നിന്ന് മുഖം വാങ്ങി കഴുകി അവശതയോടെ അടുക്കളയിലേക്ക് നടന്നു. ശ്രീധരൻ തിരിഞ്ഞ് അരഭിത്തിയിലേക്ക് ഇരുന്നു. അടുക്കള വരാന്തയിൽ അരഭിത്തിയിലിരുന്ന് തൊടിയിൽ വീണ പാക്ക് പെറുക്കി കൂട്ടിയത് ഉണക്കി തോട് കളയുകയായിരുന്ന ശാരദ നീരസത്തിൽ ശ്രീധരനെ നോക്കി. നിനക്ക് എന്താടാ ശ്രീധര, ഇപ്പോഴും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ എപ്പോഴും ഇങ്ങനെ പിറകെ അടക്കുന്ന അവളുടെ ധൈര്യം എന്നോ ഓക്കാനുണ്ടല്ലോ. ഇതല്ലാതെ മറ്റൊന്നില്ല താനും. കല്യാണം കഴിഞ്ഞിട്ട് വർഷം ഇത്രയോ ആയില്ലേ? ഒരു കുഞ്ഞിക്കാര് കാണാനുള്ള ഭാഗ്യം നിനക്കുണ്ടായോ? ഇല്ലല്ലോ. അതാ പറഞ്ഞ് ഇനിയെങ്കിലും നീ അവളെ ഒന്ന് ഉപേക്ഷിക്ക്. എന്നിട്ട് വേറൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവാ. എനിക്ക് ആണും പെണ്ണുമായിട്ട് നീ ഒന്നല്ലേ ഉള്ളൂ. നിന്റെ ഒരു കുഞ്ഞിനെ കണ്ടതിനെ മതി ഒരുവോളം ലാളിച്ച് കൊഞ്ചിച്ചൊക്കെ വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അതിനുള്ള ഭാഗ്യ ഈ ജന്മം ഉണ്ടാവൂ എന്തോ. പറഞ്ഞു വന്നപ്പോഴേക്കും ശാരദയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. ശ്രീധരൻ നിസ്സായതയോടുകൂടി അമ്മയെ നോക്കി. അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അമ്മയുടെ ദുഃഖം. അമ്മയ്ക്ക് ഒറ്റ മോനാണ് താൻ. തനിക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ് അച്ഛൻ. അന്നു മുതൽ മകനായി മാത്രം ജീവിക്കുകയാണ് അമ്മ. തന്നെ പഠിപ്പിച്ചൊരു അധ്യാപകനായി മാറ്റിയത് അമ്മയുടെ ഇച്ഛാശക്തി ഒന്ന് മാത്രമാണ്. അമ്മ പറയുന്നത് അവരുടെ ന്യായമായ ആഗ്രഹമാണ്. ഏതൊരമ്മയെ ആഗ്രഹിക്കുന്നേ അവരും പറയുന്നുള്ളൂ. പക്ഷേ ശ്യാമ അവൾ ഉപേക്ഷിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ. തന്നെ മാത്രം വിശ്വസിച്ച് സ്വന്തം വീട്ടുകാരെ പോലും വേണ്ടാന്ന് വെച്ച് തന്നോടൊപ്പം ഇറങ്ങി വന്നവളാണ് ശ്യാമ. വലിയ തറവാടികളാണ് ശ്യാമയുടെ വീട്ടുകാർ. കണ്ണെത്താ ദൂരത്തോളം കൃഷിസ്ഥലങ്ങളും നാട്ടിൽ തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെയുള്ള വീട്ടുകാർ. അച്ഛൻ നല്ല പദവിയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. 3 ആങ്ങളമാരുടെ കുഞ്ഞി പെങ്ങൾ. പട്ടണത്തിലെ മെഡിക്കൽ കോളേജിലെ നേഴ്സാണ് അവൾ. എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചാണ് അവൾ സാമ്പത്തികമായി അവരെക്കാൾ ഒരുപാട് താഴെയായിരുന്നിട്ടും അയാളുടെ കൈ പിടിച്ചത്. 8 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും പങ്കുപറ്റി അമ്മയുടെ കുത്തുവാക്കുകൾ സഹിച്ചും ക്ഷമിച്ചും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി അവൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് ആ അവളെയാണ് അമ്മ ഉപേക്ഷിക്കാൻ പറയുന്നത്. എത്ര നിസ്സാരം. ശ്രീധരൻ പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. ശ്യാമ നല്ല ജോലിയിലാണ്. എന്താ ശ്രീമതി പരിപാടി? ജോലി തീരാറായോ? വൈകി പോയി ഇത്തിരി സമയം വിശ്രമിക്കുക. ബാക്കി പണി ഞാൻ ചെയ്യാം. അവൾ തിരിഞ്ഞ് അയാളെ നോക്കി ചിരിച്ചു. നല്ല ആളാ, എല്ലാം ചെയ്തന്നെ. എന്നിട്ട് വേണം പ്രഷറുള്ള അമ്മയ്ക്ക് ഉപ്പുകൂടി ആഹാരം കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് കേൾക്കാൻ. കഴിഞ്ഞാനിപ്പോൾ ഞാൻ മറന്നിട്ടില്ല. ദേ ചോറ് വാർത്തു, ഇഡ്ഡലി പുഴുങ്ങി വെച്ചു, സാമ്പാർ താളിക്കണം, പയറുപ്പേരി വെച്ചു. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്ത് വറുത്താൽ മതി. ജോലി കഴിഞ്ഞു. ഒരു ഗ്ലാസ് ചായ ഫ്ലാസ്കിൽ നിന്ന് പകർന്ന് അവളെൻ്റെ കയ്യിൽ തന്നു. വേഗം പോയി കുളിക്ക്, 8-ന് ഇറങ്ങണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ബൈക്കിൽ അവളെ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ടാണ് ദിവസം അയാളെ സ്കൂളിലേക്ക് പോകുന്നത്. ജോലി തീർത്ത് അമ്മയ്ക്ക് കാപ്പിയും കൊടുത്ത് ധൃതിയിൽ സാരിയും ചുറ്റി അവൾ ഓടിയിറങ്ങി വന്നു. ശ്രീധരേട്ടാ, ലഞ്ച് ബോക്സ് ബാഗിൽ വെച്ചിട്ടുണ്ട്. മീൻ വറുത്ത് വേറെ പൊതിഞ്ഞാ വെച്ചിരിക്കുന്നത്, എടുക്കാൻ മറക്കല്ലേ. നീ കാപ്പി എടുക്കുന്നില്ലേ ശ്യാമേ? ഓ ഇന്നിനി വേണ്ട, ലേറ്റായി. അമ്മേ, ഉച്ചയ്ക്ക് ചോറെടുത്ത് കഴിക്കണേ, പ്രഷറുള്ളതാ. അച്ചാറൊന്നും എടുത്ത് കഴിച്ചേക്കല്ലേ. അവൾ അമ്മയോട് വിളിച്ചു പറഞ്ഞു. ബാഗ് എടുത്ത് ചുമലിൽ തൂക്കി കഥകൾ പണ്ടെങ്ങ് ഓട്ടിച്ചൊരു പൊട്ടെടുത്ത് നെറ്റിൽ തൊട്ട് അവൾ ഓടിയിറങ്ങി വന്നു. എന്നും ഇതാണ് പതിവ്. ശ്യാമ ഇങ്ങനെയാണ്. ശാരദയുടെ പരിഭവങ്ങളും പരാതികളും തൻ്റെ ദിനചര്യകളും ശ്രീധരനുമായിട്ടുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയായി ശ്യാമയുടെ ദിവസങ്ങൾ കടന്നുപോയി. അന്ന് ശ്യാമ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ശാരദയോടൊപ്പം വീട്ടിൽ സൂര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. ശാരദയുടെ അനിയത്തിയുടെ മകളാണ് സൂര്യ. ശ്യാമയും സൂര്യ ഒരേ പ്രായമാണ്. ശ്രീധരന് കൂടെപ്പിറപ്പായി ആകെയുള്ളത് അവളാണ്. അതിൻ്റെ അധികാരം അവൾ എപ്പോഴും ശ്രീധരനോട് കാട്ടാറുമുണ്ട്. ശ്യാമ അവൾക്കത്ര പഥ്യമല്ല. അതിനൊരു കാരണവുമുണ്ട്. സൂര്യയെ വിവാഹം കഴിച്ചിരിക്കുന്ന ഗൾഫുകാരനായ മോഹനാണ്. അവർക്ക് 2 കുട്ടികളുമുണ്ട്. 9 വയസ്സുകാരി അമ്മുവും 2 വയസ്സുകാരൻ അപ്പുവും. ശ്രീധരന്റെ വിവാഹത്തിന് മുമ്പ് തന്നെ സൂര്യയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. അന്നു മുതലുള്ള അവരുടെ എല്ലാ ആഗ്രഹമായിരുന്നു മോഹന്റെ അനിയത്തി രേണുകയെ ശ്രീധരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നുള്ളത്. അതിനിടയിലാണ് ശ്രീധരനും ശ്യാമയുമായിട്ടുള്ള വിവാഹം. അത് സൂര്യയെ തെല്ലെന്നുമല്ല ചൊടിപ്പിച്ചത്. ഇപ്പോഴും രേണുകയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ജാതക പ്രശ്നം എന്താണ് കാരണം. ഇന്നും സൂര്യക്ക് ആ വിവാഹം നടന്നു കാണാനാണ് ആഗ്രഹം. അതിനവൾ ആവുന്നത് ശ്രമിക്കുന്നുമുണ്ട്. ആ സൂര്യ, നീയപ്പോ? ഓ ഞാൻ കുറച്ചു നേരമായിട്ടുള്ളൂ വന്നിട്ട്. നീ എന്തെങ്കിലും കഴിച്ചോ? ഏതായാലും 2-3 ദിവസം ഉണ്ടാവില്ല അല്ലേ? ഞാൻ ഈ ഡ്രസ്സ് മാറി ഒന്ന് കുളിച്ചു വരാം. ശ്യാമ അകത്തേക്ക് നടന്നു. സൂര്യ അതിന് മറുപടിയൊന്നും പറഞ്ഞുമില്ല.
വല്യമ്മേ, ഞാൻ പറഞ്ഞ കാര്യം ശ്രീധരനോട് സംസാരിച്ചോ? ചേട്ടനെന്ത് പറഞ്ഞു? ഇവിടെ എന്നും ഇതുപോലെ ഇവിടെ നിർത്താനാണോ ഭാവം? സൂര്യ ശാരദയോട് ചോദിച്ചു. ഞാൻ എന്തു പറയാനാ മോളെ, അവനോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അവൻ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവൻ്റെ ഒരു കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം എനിക്കില്ല. നീ അവൻ്റെ അനിയത്തിയല്ലേ, നീ തന്നെ അവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ശാരദ നിറഞ്ഞ കണ്ണുകൾ നേരിയതിൻ്റെ കോന്തല കൊണ്ട് തുടച്ചു. ശ്യാം അത് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് പ്രത്യേകിച്ചൊരു ഭാവം ഉണ്ടായില്ല. എത്രയോ നാളായി ഇത് കേൾക്കുന്നു. മുറിയിൽ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ശ്രീധരൻ അവളെ കണ്ട് എഴുന്നേറ്റിരുന്നു. ആ, ശ്രീമതി എത്തിയോ? എന്നാ മൊത്തൊരു വിഷമം? അയാൾ ശ്യാമയെ നോക്കി. ഓ, ഒന്നുമില്ല ഏട്ടാ, ഞാൻ വേഗം കുളിച്ചു വരാം. ബാത്റൂമിലോട്ട് പോകാൻ തുടങ്ങിയ ശ്യാമ പിന്തിരിഞ്ഞ് ശ്രീധരനെ നോക്കി. എന്താടോ? അല്ല, സൂര്യ വന്നിട്ടുണ്ടല്ലോ. ആ, ഞാൻ കണ്ടു. അലസമായിട്ടാണ് മറുപടി. അവരോട് വലിയ ചർച്ചയില്ല. ഞാനും കേട്ടു. ഇത്തവണ ഒരു തീരുമാനം ഉണ്ടാക്കിയ സൂര്യ പോകുന്ന തോന്നണേ, ശ്യാമ പതിയെ പറഞ്ഞു. ശ്രീധരൻ ദേഷ്യത്തിൽ ചാടിയണീറ്റു. തീരുമാനം അത് ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. കുറെ സമയമായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അയാൾ ഉമ്മറത്തേക്ക് നടന്നു. ശ്രീധരനെ കണ്ടപ്പോഴേ കുട്ടികൾ രണ്ടും അയാളുടെ മടിയിൽ ചാടി കയറി. അയാൾ അവരെ രണ്ടാളെയും കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. ശാരദയും സൂര്യയും പരസ്പരം നോക്കി. ശാരദ തുടങ്ങി വെച്ചു. ശ്രീധര, നീ ഇവള് പറയുന്നത് കേട്ടോ? ആ രേണുക ഇപ്പോഴും നിന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയാണത്രേ. ഇപ്പൊ അവളൊരു അധ്യാപികയും കൂടിയാ. ജാതകദോഷം കൊണ്ട് അവളുടെ കല്യാണം നടക്കാതെ പോയത് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നണേ. അവളാണ് നിനക്ക് പറഞ്ഞിട്ടുള്ള പെണ്ണ്. നീ ശ്യാമയെ നിയമപരമായിട്ട് ഉപേക്ഷിക്കണമെന്ന് മാത്രം ആ വീട്ടുകാരുടെ ആവശ്യം. അവനെ നമുക്കറിയാത്തൊന്നല്ലല്ലോ. ശാരദ പറഞ്ഞിരുത്തി സൂര്യയെ നോക്കി. വല്യമ്മ പറഞ്ഞ് ശരിയല്ലേ, ഏട്ടൊരു തീരുമാനം എടുക്കണം. ചേട്ടൻ്റെ കാര്യത്തിൽ അനിത്യമായി എനിക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. സൂര്യയും പറയാനുള്ളത് പറഞ്ഞു. ശ്രീധരൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. എൻ്റെ തീരുമാനം അത് പലവട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവസാനമായിട്ട് അതൊന്നുകൂടി പറഞ്ഞേക്കാം. ഞാൻ ശ്യാമയെ വേണ്ടാന്ന് വെക്കില്ല. എൻ്റെ ജീവനുള്ള കാലത്തോളം അതിന് മാറ്റമില്ല. അമ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ. അതുപോലെ തന്നെ ശ്യാമ എൻ്റെ ജീവന്റെ ഭാഗ. എന്നെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്ന അവള്. അന്ന് അമ്മയ്ക്ക് അവൾ മാത്രം മതിയായിരുന്നു മരുമകളായിട്ട്. അതമ്മ മറന്നുപോയരുത്. ഞാൻ എൻ്റെ ശ്യാമയെ ഒരിക്കലും വേണ്ടാന്ന് വെക്കില്ല. പിന്നെ അമ്മക്കൊരു കുഞ്ഞിനെ കൊഞ്ചിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ നിയമപരമായിട്ട് ദത്തെടുക്കാം. അതാണ് ഏറ്റവും നല്ല മാർഗം. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കും നീ കരുതണ്ട. നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച അമ്മയാ ഞാൻ. എനിക്ക് നിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ലാളിക്കാൻ ആഗ്രഹം. അല്ലാതെ ആരെങ്കിലും പഴച്ചു പറ്റ ഒരു അനാഥ കുഞ്ഞിനെ ഈ തറവാട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. ശാരദ പൊട്ടിത്തെറിച്ചു. ഒന്നും മിണ്ടാതെ തിരിഞ്ഞു മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയ ശ്രീധരൻ കണ്ടത് നിറഞ്ഞു തോന്നുന്ന മിഴികളുമായി അവിടെ നിൽക്കുന്ന ശ്യാമയാണ്. അയാൾ അവളുടെ ചുമലിൽ പതുക്കെ തട്ടി ആ കണ്ണീർ തുടച്ചു മാറ്റി. താൻ വിഷമിക്കണ്ടോ, ഇതൊക്കെ എത്ര നാളായി കേൾക്കുന്നു. താൻ എന്നെ ഉപേക്ഷിച്ച് പോവാത്തിടത്തോളം ഞാൻ എന്നും തന്നോടൊപ്പം ഉണ്ടാവും. നമ്മൾ പിരിക്കാൻ മരണത്തിന് മാത്രമേ കഴിയൂ. വേണ്ട ശ്രീധരേട്ട, ഇങ്ങനെയൊന്നും പറയില്ലേ. എനിക്കറിയില്ല എൻ്റെ ഏട്ടനെ. അവൾ പൊട്ടിക്കരഞ്ഞു. അയാൾ ശ്യാമയെ ചേർത്ത് പിടിച്ചു. ശാരദയ്ക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ശ്യാമയുടെ നേർക്ക് ചീറി. ഓ, പൂങ്കണ്ണീര് കാണിച്ചു മയക്കി നീ എൻ്റെ കുട്ടിയെ നിന്നിലേക്ക് കെട്ടിയിടുക അല്ലേടി? നിനക്ക് അവനോട് സ്നേഹമുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് അവനൊന്ന് വെറുതെ വിടുകാന്നതാ. പ്രസവിക്കാത്ത സ്ത്രീ വീട് തന്നെ ഐശ്വര്യക്കേടാ, അറിയാമോ? തിരിഞ്ഞവർ സൂര്യയോട് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി ഇവളുടെ ഈ വീട്ടിലേക്ക് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുതെന്ന്? മച്ചിയാ ഇവള്, മച്ചി. ഇവള് കണ്ണുവെച്ചാ കുഞ്ഞുങ്ങൾക്ക് ദോഷ, അറിയോ? കുഞ്ഞുങ്ങളെ വിളിച്ച് അകത്തേക്ക് കയറിപ്പോടി. അവൾ അതുങ്ങളെ നോക്കുന്ന നോട്ടം കണ്ടില്ലേ? അത് ശ്യാമക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അവൾ പൊട്ടിപ്പിളർന്ന് കരഞ്ഞു. ശ്രീധരന്റെ വാക്കുകൾക്ക് അവളെ സമാധാനിപ്പിക്കാനായില്ല. കരച്ചിലടങ്ങിയപ്പോൾ ആ മുഖത്തൊരു ദൃഢനിശ്ചയം പ്രകടമായിരുന്നു. അവൾ ശാരദയുടെയും സൂര്യയുടെയും അരികെ ചെന്നു. അവൾ എന്തോ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുള്ളതായി അവർക്ക് മനസ്സിലായി. അമ്മേ, വിവാഹം കഴിഞ്ഞ് ഞാനിവിടെ വന്ന നാൾ മുതൽ ഇന്നേവരെ ഞാൻ അമ്മയെ ധിക്കരിച്ചിട്ടില്ല. വിവാഹം കഴിഞ്ഞ ആദ്യ വർഷങ്ങളിലൊക്കെ അമ്മ എന്നെ സ്വന്തം മകളെ പോലെയാണ് സ്നേഹിച്ചത്. അതും എനിക്കറിയാം. അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹക്കൂടുതലാണ് എന്നോട് ഇങ്ങനെ പെരുമാറാൻ കാരണം, അതും അറിയാം. എന്നാൽ അതേ മകനോട് എനിക്കുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് തന്നെ പറയട്ടെ, ഞാൻ ഈ വീട് വിട്ടും അദ്ദേഹത്തെ വിട്ട് ഒരിക്കലും പോവില്ല. പോകുന്നെങ്കിൽ അതെൻ്റെ മരണത്തിലൂടെ മാത്രമായിരിക്കും. ഇത് ശ്യാമയുടെ വാക്കാ. നിങ്ങളുടെ കുത്തുവാക്കുകൾക്കോ ശാപങ്ങൾക്കോ കണ്ണീരിനോ ഒന്നും തന്നെ എൻ്റെ തീരുമാനത്തെ മാറ്റാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ ശ്രീധരേട്ടൻ എന്നെ വേണ്ട എന്ന് പറയണം. അങ്ങനെ ശ്രീധരേട്ടൻ കൂടി പറഞ്ഞാൽ പിന്നെ ഒരു നിമിഷം ഞാനിവിടെ ഉണ്ടാവില്ല. ശാന്തമാണെങ്കിലും നല്ല ഉറപ്പുണ്ടായിരുന്ന അവളുടെ വാക്കുകൾക്ക്. ഇത് ശ്യാമയുടെ തീരുമാനമാണ്, ശ്യാമയുടേത് മാത്രം. ശാരദയുടെയും സൂര്യയുടെയും പ്രതികരണം അറിയാൻ അവൾ കാത്തുനിന്നില്ല. അവൾ അടുക്കളയിലേക്ക് നടന്നു. പതിവ് പോലെ അന്ന് ശ്രീധരൻ ശ്യാമയെ ഹോസ്പിറ്റൽ കൊണ്ടാക്കിയതിനു ശേഷമാണ് സ്കൂളിലേക്ക് പോയത്. അന്ന് അയാളെ കാത്ത് അവിടെ ഒരു അതിഥി ഉണ്ടായിരുന്നു, രേണുക. അവൾ സ്കൂളിലെ സന്ദർശക റൂമിൽ അയാളെ കാത്തിരിക്കുകയായിരുന്നു. ശ്രീധരനെ കണ്ട് എഴുന്നേറ്റ് അവൾ ഹൃദ്യമായൊന്ന് പുഞ്ചിരിച്ചു. ശ്രീയേട്ടൻ വരാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് ഈ സ്കൂളിലേക്ക് സ്ഥലം മാറ്റായി ഇന്ന് ജോയിൻ ചെയ്യാന്ന് കരുതി വന്നതാ.
ശ്രീയേട്ടൻ കൂടി വന്നിട്ട് അച്ഛമ്മനെ കാണാമെന്ന് കരുതി. ഇനിയിപ്പോൾ എനിക്കെന്നും ശ്രീയേട്ടൻ കാണാമല്ലോ. അവളുടെ സംസാരം അയാളിൽ അസഹ്യതയാണ് ഉണ്ടാക്കിയത്. രേണുക വരും, ഇവിടുന്ന് ഇങ്ങനെ സംസാരിക്കണ്ട. കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയമാണ്. അയാൾ ഓഫീസ് റൂമിലേക്ക് നടന്നു. ക്ലാസ് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ ശ്യാമയെ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവൾ ചിരിക്കുകയാണ് ചെയ്ത്. എൻ്റെ ശ്രീധരേട്ടാ, അവൾ അവിടെ ഉള്ളതുകൊണ്ട് ഏട്ടനെന്താ കുഴപ്പം? അവൾ അവളുടെ ജോലി ചെയ്ത് പോട്ടെ. എനിക്കറിയില്ല എൻ്റെ ഏട്ടനെ. പിന്നെ അയാൾ എന്ത് പറയാൻ? ദിവസങ്ങൾ കൊണ്ട് തന്നെ രേണുക ശ്രീധരൻ തൻ്റെ അവകാശം സ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അവളുടെ അമിത സ്വാതന്ത്ര്യം സഹപ്രവർത്തകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാവുന്നത് ശ്രീധരൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അയാൾ അറിയാവുന്ന സഹപ്രവർത്തകർ ആരും തന്നെ ശ്രീധരനെ കുറ്റപ്പെടുത്തിയില്ല. മറിച്ച് രേണുകയായിരുന്നു എല്ലാവരുടെയും സംസാര വിഷയം. ശ്യാമയെല്ലാം അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അവൾ ആ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ മേടിച്ച് വന്നു തന്നെ ശ്രീധരനെ മുന്നിൽ കണ്ടാണെന്ന് അറിയാതെയല്ല. തൻ്റെ കഴിവില്ലായ്മയിലേക്കാണ് രേണുകയുടെ കടന്നു കയറാനുള്ള ശ്രമം. ആ ബോധം ശ്യാമയിലെ പ്രതികരണ ശേഷിയെ ദുർബലയാക്കുന്നു. കുറച്ചുനാളായി ശാരദ അവളോട് മിണ്ടാറേയില്ല. അവളുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ പോലും അവർക്ക് മടിയാണ്. നാട്ടിലും വീട്ടിലും ബന്ധുക്കൾ ഒരുമിച്ച് കൂടുന്നിടത്തുമെല്ലാം ശാരദയുടെ സംസാരം ശ്രീധരന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് മാത്രമായി. ഇപ്പോൾ മറ്റുള്ളവരും ശ്യാമയെ കാണുമ്പോൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കുട്ടികളുണ്ടാവില്ലെന്നറിഞ്ഞിട്ടും എന്തിനാണ് ശ്രീധരൻ മറ്റൊരു വിവാഹം കഴിക്കുന്ന എതിർക്കുന്നതെന്നാണ് എല്ലാവരുടെയും ചോദ്യം. എന്തുത്തരമാണ് ഇവരോട് പറയുക? നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് 1-2 കുട്ടികളുടെ അച്ഛനായി നിനക്ക് ജീവിച്ചുകൂടെ എന്ന് ശ്രീധരനോട് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിരുന്നു. അന്ന് രാത്രി അത്താഴത്തിന് ശേഷം പാത്രങ്ങൾ കഴുകി കമിഴ്ത്തി അടുക്കള വൃത്തിയാക്കിയതിന് ശേഷം പതിവ് മേലുകഴുകലും കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ശ്രീധരൻ വിവാഹാൽബം മറിച്ചു നോക്കുകയാണ്. ആൽബം എന്ന് പറയാനൊന്നുമില്ല, ആകെ 5-6 ഫോട്ടോസ്. ശ്യാമ അയാളുടെ അടുത്ത് നിന്നിരുന്നു. ഇന്നെന്താ പതിവില്ലാതെ ഒരു ആൽബം നോക്കല്? അവളെ അയാളുടെ ചുമലിലേക്ക് ചാരി. വെറുതെ പഴയ ഓർമ്മകൾ മുന്നിലെത്തിയപ്പോൾ അന്നത്തെ നമ്മളെ ഒന്ന് കാണാൻ തോന്നി. ശ്രീധരൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. നോക്ക്, എന്ത് ഭംഗിയായിരുന്നു തന്നെ കാണാൻ. ഇരുനിറവാണെങ്കിൽ താനൊരു സുന്ദരി തന്നെ. അയാൾ അവളുടെ മൂർത്താവിലൊന്ന് മുകർന്നു. പോ ശ്രീധരേട്ട. അവൾ ചിനുങ്ങി. അയാൾ വീണ്ടും ആ ഫോട്ടോയിലേക്ക് നോക്കി. കല്യാണം കഴിഞ്ഞ് 8 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ശ്യാമ അന്നത്തെ പോലെ തന്നെ ഇന്നും. നീണ്ടു വിടർന്ന കണ്ണുകളും കട്ടിപ്പുരികവും ലേശം വലിയ നെറ്റിത്തടവും വട്ടമുഖവുമുള്ള ഒരു പെൺകുട്ടി. ചുമലറ്റ മുറിച്ചിട്ട മുടി വലിയ നെറ്റിത്തടത്തിനൊരു വശം മറിച്ച് വിടർത്തിയിട്ടിരിക്കുന്നു. നെറ്റിയിലൊരു കുഞ്ഞ് സ്റ്റിക്കർ പൊട്ട്. കണ്ണുകൾ നേർമയായി മഷി എഴുതിയിരിക്കുന്നു. എപ്പോഴും പുഞ്ചിരി തൂവുന്ന അധരങ്ങൾ. കാതിലൊരു പൊട്ട് കമ്മൽ, കഴുത്തിലൊരു നേരിയ ചെയിൻ. കൂടെ താൻ മഞ്ഞച്ചരടിൽ കോർത്തു കെട്ടിയ മംഗല്യ സൂത്രവും. വിരലിൽ വെള്ളക്കല്ല് പതിച്ചൊരു മോതിരം. കല്യാണ ദിവസം കൊടുത്ത കോട്ടൺ സാരിയിൽ അവൾ വളരെ മനോഹരിയായിരുന്നു. അമിത സൗന്ദര്യമല്ലെങ്കിലും സുന്ദരി തന്നെ. ഏട്ടാ, അയാളോട് ചേർന്നിരുന്ന് അവൾ വിളിച്ചു. എന്താ വേണ്ടേ? ഏട്ടെന്താ ആലോചിക്കുന്നത്? ഞാനോ? ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടാ ഓർത്ത്. നീയോ? ഞാനും അതിനെ ഓർത്ത്. അവളത് ഓർക്കുകയായിരുന്നു. അന്ന് തനിക്ക് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ നൈറ്റ് ഡ്യൂട്ടിയുടെ ഒരു ദിവസമായിരുന്നു. ജോലി കയറി കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. നല്ല മഴയുള്ള ഒരു സന്ധ്യാനേരം. ആക്സിഡന്റ് പറ്റി ഗുരുതര പരിക്കുകളോട് ആശുപത്രിയിൽ എത്തിച്ച ഒരു ചെറുപ്പക്കാരൻ. അയാൾ അവിടെ എത്തിച്ചിട്ട് കൂടെ വന്നവർ അപ്പോഴേ സ്ഥലം വിട്ടിരുന്നു. ഒരു മേജർ ശസ്ത്രക്രിയക്കായി ബന്ധപ്പെട്ടവരില്ലാതെ ആശുപത്രി അധികൃതർ മടിച്ചു നിന്നപ്പോൾ ആദ്യമായി കാണുന്ന ആ ചെറുപ്പക്കാരൻ തന്റെ ബന്ധുവാണെന്ന് കളവ് പറഞ്ഞ് സർജറിക്കായുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ടത് എന്ത് ധൈര്യത്തിലായിരുന്നു എന്ന് ഇന്നും അറിയില്ല. അയാളുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ഒടിഞ്ഞു മടങ്ങിയ മൊബൈലിലെ സിം കാർഡ് ഊരി തന്റെ ഫോണിലിട്ട് അതിൽ ആദ്യം കണ്ട അമ്മ എന്ന സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു മനസ്സ്. അങ്ങേ തലക്കൽ ഫോൺ എടുത്ത പ്രായമായ സ്ത്രീയോട് എന്ന് മറുപടി പറയണമെന്നറിയാതെ മനസ്സ് പിടഞ്ഞത് ഇന്നും മറന്നിട്ടില്ല. കൂട്ടിനാരുമില്ലാതെ ആ അമ്മ ആശുപത്രി വരാന്തയിൽ ICU മുമ്പിൽ തളർന്നിരുന്നപ്പോൾ അവർക്ക് കൂട്ടായി നിന്നതും അവരെ ചേർത്ത് പിടിച്ചതും ആ കണ്ണീർ തുടച്ചതും ആരെന്നോ എന്തിനെന്നോ ഓർക്കാതെയാണ്. ICUവിലെ എയർ കണ്ടീഷന്റെ തണുപ്പിലേക്ക് ശരീരമാസകലമുള്ള വെച്ചുകെട്ടലുകളുമായ ആ ചെറുപ്പക്കാരൻ കൺതുറന്നപ്പോൾ അരികിലുണ്ടായതും എങ്ങനെയെന്നറിയില്ല. പക്ഷേ ആ ആശുപത്രി ജീവിതത്തിന്റെ അവസാനം ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തപ്പോഴാണ് മനസ്സിലായത് ഇതൊരു നിയോഗമായിരുന്നു എന്ന്. അന്നൊക്കെ ഹോസ്പിറ്റലിലേക്ക് താൻ ചെല്ലുന്നു നോക്കി ആ അമ്മ കാത്തിരിക്കുമായിരുന്നു. മേജർ ശസ്ത്രക്രിയ കഴിഞ്ഞ അമ്മയുടെ മകൻ ജീവിതത്തിലേക്ക് തിരിച്ചടക്കാൻ തുടങ്ങിയതേയുള്ളൂ. ആശുപത്രി മുറിയുടെ വെള്ള പെയിന്റ് അടിച്ച ചുമരിലേക്ക് മിഴികൾ നട്ട് അനിശ്ചിതമായ ഭാവിയുടെ അനന്തരഫലങ്ങൾ മാത്രം ആലോചിച്ച് കിടന്നിരുന്ന ആ ചെറുപ്പക്കാരനോട് തോന്നിയ സഹതാപം അത് പ്രണയമായി മാറുകയായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ആ അമ്മയുടെയും മോന്റെയും സമീപത്തായിരുന്നു താൻ. അയാൾ സാധാരണ ജീവിതത്തിലേക്ക് താൻ മാസങ്ങൾ കഴിയുമെന്ന് ഡോക്ടർ പറഞ്ഞത് അമ്മയെ അറിയിക്കാൻ മനസ്സ് സമ്മതിച്ചില്ല. ആശുപത്രി വിട്ട് അവർ വീട്ടിലേക്ക് മടങ്ങിയപ്പോഴാണ് അവർ തന്റെ ജീവിതത്തിൽ ആരെല്ലാമായി മാറിയിരിക്കുന്നെന്ന തിരിച്ചറിവുണ്ടായത്. അമ്മയും മോനും മാത്രമുള്ള ആ കുടുംബത്തിൽ അവരിൽ ഒരാളാവാൻ, ആ അമ്മയുടെ മകളാവാൻ, മകന്റെ ഭാര്യയാവാൻ മനസ്സാ തീരുമാനിച്ചപ്പോഴേ അറിയാമായിരുന്നു ഇതൊരു പുതിയ യാത്രയാണെന്ന്. കനൽ വഴികളിലേക്കുള്ള യാത്ര.
മകനേക്കാളേറെ തൻ്റെ മകൻ്റെ ഭാര്യയാക്കാൻ ആഗ്രഹിച്ചത് അമ്മയായിരുന്നു. കാര്യകാരണങ്ങൾ പറഞ്ഞു തന്നെ കാത്തിരിക്കുന്ന നല്ല ബന്ധങ്ങൾ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താനാണ് മകനെന്നും ശ്രമിച്ചത്. പേരുകേട്ട തറവാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരായ അച്ഛൻ്റെ അമ്മയുടെ ഏക മകൾ, 3 ചേട്ടന്മാരുടെ കുഞ്ഞിപ്പെങ്ങൾ, ഏക്കറുകളോളം കൃഷിഭൂമി, മറ്റു സ്വത്തുവകകൾ. അവൾ സ്വന്തം ഇഷ്ടത്തിന് തിരഞ്ഞെടുത്ത നഴ്സിംഗ് എന്ന ജോലിക്കയച്ചത് മകളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള അവരൊരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ലെന്നറിയാമായിരുന്നു. ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങിയ ഒരു ദിവസം ശ്രീധരനോടൊപ്പം രജിസ്ട്രി കച്ചേരിയിൽ ചെന്ന് രജിസ്ട്രിയിൽ ഒപ്പുവെച്ച് പരസ്പരം മാലയിട്ടു. 3-4 സഹപ്രവർത്തകരായിരുന്നു കൂടെയുണ്ടായിരുന്ന അതിഥികൾ. അന്ന് വീട്ടിൽ ചെന്നതിന് ശേഷം അമ്മയുടെ മുന്നിൽ വെച്ചാണ് അയാൾ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. അതായിരുന്നു വിവാഹം. അന്ന് സുഹൃത്തുക്കളിൽ ആരോ എടുത്ത ഫോട്ടോ അവർ തന്നെ ഒരു കുഞ്ഞ് ആൽബമാക്കി തന്നു, അവരുടെ വിവാഹ സമ്മാനം. അതിൽ പിന്നെ സ്വന്തം വീടെന്ന ഒരു സ്വപ്നം മാത്രമായി മാറി. അമ്മ അച്ഛനെയും ആൺമക്കളെയും പേടിച്ചിട്ടാണ് തന്നെ കാണാൻ ശ്രമിക്കാത്തതെന്നറിയാം. വല്ലപ്പോഴും ആരും അറിയാതെ എത്തുന്ന അമ്മയുടെ ഫോൺ കോളുകളാണ് അവളുടെ ആശ്വാസം. തൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കിട്ടെടുക്കാൻ ശ്രീധരൻ കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ള ഒരാൾ. അമ്മ മാത്രമാണ് അവളെ പൂർണ്ണമായി അറിയുന്നത്. ജീവിതത്തിൻ്റെ കനൽ വഴികൾ മുന്നിൽ കണ്ടുകൊണ്ട് ഉപേക്ഷിക്കാൻ സാധിക്കാത്ത സ്നേഹത്തിൻ്റെ തീച്ചൂളയിലേക്ക് സ്വയം ഇറങ്ങിച്ചെന്നവളാണ് ശ്യാമ. അവളുടെ ജീവിതം മറ്റാർക്കും അറിയാത്ത നൊമ്പരങ്ങളുടെ, ത്യാഗത്തിൻ്റെ, സ്വയം പരിഹാസിയാവുന്നതിൻ്റെയൊക്കെ നേർക്കാഴ്ചയാണ് അവർക്കായി അവൾ സ്വീകരിച്ച സ്നേഹ നൊമ്പരങ്ങൾ. അന്ന് ശ്യാമയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. രാവിലെ ശ്യാമയെ കൊണ്ടുപോകാനായി ഹോസ്പിറ്റലിൽ എത്തിയ ശ്രീധരൻ പ്രധാന ബ്ലോക്കിൽ ഒരു ആൾക്കൂട്ടം കണ്ട് അങ്ങോട്ട് നടന്നു. അവിടെ നിന്ന് ഒരാളോട് അയാൾ കാര്യം തിരക്കി. എൻ്റെ സാറേ, ഒന്നും പറയണ്ട. പ്രസവിച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള ഒരു കുഞ്ഞ്. അതിനപ്പുറത്തെ മാലിന്യ കൂമ്പാരത്തിൽ ആരോ ഉപേക്ഷിച്ചതാ. പട്ടികൾ തമ്മിലുള്ള ബഹളം കേട്ട അവറ്റകൾ ഓടിക്കാനായിട്ട് ചെന്ന സെക്യൂരിറ്റിയാ അത് കണ്ടത്. മാലിന്യങ്ങൾക്കിടയിൽ ഒരു ചോരക്കുഞ്ഞ്. എടുത്തു നോക്കിയപ്പോഴോ പൊക്കിൽ കൂടി പോലും മാറ്റിയിട്ടില്ല. പട്ടികൾ അതിനെ കടിച്ചു കീറാത്ത ഭാഗ്യം. പിന്നെ പെറ്റതള്ളക്കില്ലാത്ത നോവ് അവറ്റകൾക്കുണ്ടാവോ? ആ കുഞ്ഞിനെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ബാള സാറേ അവിടെ. അത് മുഴുവൻ അപ്പം തന്നെ മൊബൈലിൽ പിടിക്കണമല്ലോ. വല്ലാത്തൊരു ലോകം തന്നെ, അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ശ്രീധരൻ കാഷ്വാലിറ്റിയിലേക്ക് നടന്നു. ശ്യാമക്ക് അവിടെയാണ് ഡ്യൂട്ടി. അയാൾ ചെന്നപ്പോൾ അവളും മറ്റൊരു നേഴ്സും കൂടി ആ കുഞ്ഞിനെ വൃത്തിയാക്കുകയാണ്. അതിൻ്റെ പൊക്കിൽ കൂടി മുറിച്ചു മാറ്റിയിരിക്കുന്നു. നല്ലവണ്ണം കഴുകി തുടച്ച് വൃത്തിയാക്കി വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് ഡോക്ടറുടെ അടുത്തേക്ക് നീങ്ങുന്ന ശ്യാമയെ കണ്ടപ്പോൾ ശ്രീധരൻ്റെ മനസ്സിലൊരു നീറ്റൽ തോന്നി. ഉള്ളിലെവിടെയോ വാത്സല്യത്തിൻ്റെ നീരുറവ പൊടിയുന്നത് അയാൾ അറിഞ്ഞു. ഉള്ളിലിരുന്നൊരു കുഞ്ഞ് തൻ്റെ കുഞ്ഞിരിപ്പലുകൾ കാട്ടിച്ചിരിച്ച് അച്ഛയെന്ന് കൊഞ്ചി വിളിക്കുന്ന പോലെ, ഒരു കുഞ്ഞിനെ വാരിയണക്കാൻ ഒരു ആവേശം, ആകെ ഒരു പരവേശം പോലെ. ശ്രീധരൻ അടുത്തേണ്ട കസേരയിലേക്ക് ഇരുന്നു. അയാൾക്ക് അത്ഭുതം തോന്നി. ഇതെന്താണ് ഇങ്ങനെ? ഇതുവരെ തോന്നാത്തൊരു വികാരം. ഇത്രനാൾ മനസ്സിൽ ശ്യാമ എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും കുഞ്ഞില്ലാത്തോർത്ത് വിഷമിച്ചിട്ടില്ല. പിന്നെ ഇന്ന് തനിക്ക് എന്താണ് പറ്റിയത്? ശ്യാമ വന്ന് തൊട്ടു വിളിച്ചപ്പോഴാണ് അയാൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. യാത്രയിൽ രണ്ടുപേരും അവരവരുടെ ലോകങ്ങളിലായിരുന്നു. അന്ന് പകല് ജോലിയെല്ലാം തീർത്ത് മുറിയിലെത്തിയ ശ്യാമ കണ്ടത് താൻ വന്നു പോലും അറിയാതെ ഏതോ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന ശ്രീധരനെയാണ്. ഏയ് ശ്രീധരേട്ടാ, എന്താ ഇത്ര വലിയ ആലോചന? എന്തൊരു വിഷമമുണ്ടല്ലോ. എന്തു പറ്റി? ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. അവൾ അയാളുടെ മുഖം പിടിച്ചുയർത്തി. ഒന്നുമില്ല, തനിക്ക് വെറുതെ തോന്നുക. അയാൾ എഴുന്നേറ്റ് മുറിക്ക് വെളിയിലേക്ക് നടന്നു. ശ്യാമ അമ്പരപ്പോടെ നോക്കി നിന്നു. ഇത് പതിവില്ലാത്തതാണ്. ശ്രീധരന് അത്ഭുതം തോന്നി. ഇവളൊരു പെണ്ണ് തന്നെയാണോ? അയാൾ ആദ്യമായി അങ്ങനെ ചിന്തിച്ചു പോയി. ഒരു ചോരക്കുഞ്ഞിനെ മാറോടി ചേർത്ത് പിടിച്ചിട്ടും അതിൻ്റെ കരച്ചിൽ കേട്ടിട്ടും അവൾക്കുള്ളിൽ മാതൃത്വം ഉണരാത്തത് എന്താണ്? അവൾക്കൊരു ഭാവഭേദവുമില്ല. ഒരിക്കൽ പോലും അവൾ ആ കുഞ്ഞിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ലല്ലോ. ചിന്തകൾ കാട് കയറുന്നതറിഞ്ഞ് അയാൾ സ്വയം മനസ്സിനെ ശകാരിച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. കുറച്ച് ദിവസമായി ശ്രീധരന് വന്ന മാറ്റം ശ്യാമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എത്ര ചോദിച്ചിട്ട് അയാൾ കാര്യം പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. ശ്യാമക്കത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ശ്രീധരൻ ഒരിക്കലും ഇങ്ങനെയായിരുന്നില്ല. ജീവിതത്തിന് മുകളിൽ കാർമേഘം നിഴൽവിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. തങ്ങൾക്കിടയിൽ ഒരു വിടവ് വന്ന പോലെ. ശ്രീധരൻ ഒരു ഉറച്ച തീരുമാനത്തിലെത്തുകയായിരുന്നു. തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞെത്തുന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു അയാളുടെ ചിന്തകൾ. തങ്ങളുടെ ജീവിതം അർത്ഥപൂർണ്ണമാവണമെങ്കിൽ ഒരു കുട്ടി വേണം. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന തീരുമാനത്തിലേക്ക് അയാൾ എത്തിച്ചേർന്നു. രേണുകയുടെ ശല്യവും അതോടെ അവസാനിക്കും. തങ്ങളെ അച്ഛൻ അമ്മ എന്ന് വിളിക്കാൻ ഒരു കുഞ്ഞ്, അതുമാത്രമായി അയാളുടെ മനസ്സിൽ. നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ ശ്യാമേ? നിന്റെ അഭിപ്രായം എന്താ? നീ ഒരിക്കലും എതിര് നിൽക്കില്ലെന്ന് എനിക്കറിയാം. അയാളുടെ അപ്രതീക്ഷിതമായ ചോദ്യം അവൾ പ്രതീക്ഷിതേ ആയിരുന്നില്ല. അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. ഏട്ടനെന്താ പറഞ്ഞ്? കുഞ്ഞിനെ ദത്തെടുക്കാനോ? അവളുടെ ചോദ്യത്തിൽ അവിശ്വസനീയത അയാൾ തിരിച്ചറിഞ്ഞു. അതെ, അത് തന്നെ. നിനക്കെന്താ വിശ്വാസമായില്ലേ? അയാൾ മറുചോദ്യം ഇട്ടു. അല്ല, ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക എന്ന് വെച്ചാൽ അവളിടയ്ക്ക് വിക്കി. അത് അമ്മ സമ്മതിക്കുമോ?
എന്താ സമ്മതിച്ചാൽ? അമ്മ സമ്മതിക്കും, അല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. ശ്രീധരന്റെ സ്വരത്തിൽ കാരുഷ്യം കലർന്നിരുന്നു. അല്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ എങ്ങനെ ഏട്ടനെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? അവൾക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഇവൾക്ക് കുഞ്ഞിനെ ദത്തെടുക്കുന്ന ഇഷ്ടമല്ല, അതാണ് അമ്മയെ കുറ്റം പറയുന്നത്. ഇത് ഞാൻ സമ്മതിക്കില്ല, അയാൾ മനസ്സിൽ പറഞ്ഞു. രേണുകയെ വിവാഹം കഴിക്കണം എന്നാണ് അമ്മയുടെ വാശി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതാണ് മാർഗം. നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം. അയാൾ അവളെ നോക്കി. എനിക്ക് എൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ കൂടി നോക്കണ്ടേ? എനിക്കായി മാത്രം ജീവിച്ചതാ എൻ്റെ അമ്മ. അയാളുടെ വാക്കുകൾ കനവച്ചിരുന്നു. ശ്യാമ കേട്ടത് വിശ്വസിക്കാനാവാതെ അയാളെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു. അയാൾ തൻ്റെ ഹൃദയം കീറി മുറിച്ച പോലെ അവൾക്ക് വേദനിച്ച്. ശ്രീധരനിലെ മാറ്റം അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശ്യാമേ, നീ എന്തായാലും ഒരു അഭിപ്രായം പറയണം, പറഞ്ഞേ പറ്റൂ. നീ നന്നായിട്ട് ആലോചിക്കുക, എനിക്ക് പതുക്കെ മറുപടി തന്നാൽ മതി. അയാൾ എഴുന്നേറ്റ് വെളിയിലേക്ക് പോകാൻ തുടങ്ങി. അവളെ അയാളുടെ കൈകൾ പിടിച്ച് പിന്നോട്ട് വലിച്ചു. ശ്രീധരേട്ടാ, എനിക്ക് പറയാനുള്ള കൂടി കേൾക്ക്. അയാൾ അവളെ ചോദ്യഭാഗത്തിൽ നോക്കി. എനിക്ക് അഡോപ്റ്റ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല ഏട്ടാ. എന്താ കാര്യം? അതൊന്നും എനിക്ക് ആ ഇഷ്ടമില്ലാത്ത? അത് ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ ഗർഭത്തിൽ ചുമന്ന് പ്രസവിക്കുന്ന എൻ്റെ സ്വപ്നം. എനിക്ക് വേണ്ട ശ്രീധരേട്ടൻ്റെ കുഞ്ഞിനെയാണ്. മറ്റൊരു കുഞ്ഞിനേക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അവൾ യാചനയോടെ അയാളെ നോക്കി. പ്രസവിക്കില്ലെന്ന് പ്രഗത്ഭരായ ഡോക്ടർമാർ വിധി എഴുതിയ നീ എന്റെ കുഞ്ഞിനെ നിന്റെ ഗർഭത്തിൽ ചുമന്ന് പ്രസവിക്കുന്നോ? അയാൾ പിന്നെയും പൊട്ടിച്ചിരിച്ചു. അതൊന്നല്ല കാര്യം, എനിക്കറിയാം. നിനക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ല. അതൊന്നാ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് മനസ്സിലായതാ. ഒരു ചോര കുഞ്ഞിനെ മാറോട് അടക്കി പിടിച്ചിട്ടും നിനക്കൊരു ഭാവഭേദം ഉണ്ടായിട്ടില്ല. നീ ആ കുഞ്ഞിനെ കുറിച്ചൊരു വാക്കിനോട് മിണ്ടിയതേ ഇല്ല. അന്ന് ഞാൻ മനസ്സിലാക്കിയതാ നിന്റെ മനസ്സ്. വെറുതെ അല്ല ദൈവം നിനക്കൊരു കുഞ്ഞിനെ തരാത്ത. അർഹതയുള്ളവർക്കേ ദൈവം അതൊക്കെ കൊടുക്കൂ. അയാൾ പരിസരം മറന്ന് പൊട്ടിത്തെറിച്ചു. അവളെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അയാൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ശ്യാമ കരയാൻ പോലും മറന്നുപോയിരുന്നു. എല്ലാം ഒരു സ്വപ്നമാണെന്ന് അവൾക്ക് തോന്നി. പക്ഷേ യാഥാർത്ഥ്യത്തിന്റെ മുഖം അവളെ നോക്കി പല്ലിളിച്ചുകൊണ്ടിരുന്നു. അവൾ തളർന്ന് കട്ടിലേക്ക് വീണു. കണ്ണീര് കൊണ്ട് കഴുകിക്കളയാൻ പറ്റുന്നതായിരുന്നില്ല ഹൃദയത്തിൽ പതിഞ്ഞ വാക്കുകൾ. ഒരു സാന്ത്വനത്തിനും ഭേദമാക്കാൻ പറ്റുന്നതായിരുന്നില്ല ഹൃദയത്തിനേറ്റ മുറിവ്. അല്ലെങ്കിൽ തന്നെ ആരാ ആശ്വസിപ്പിക്കാൻ? താനിപ്പോൾ തനിച്ചാണെന്ന സത്യം അവൾ അറിഞ്ഞു. തൻ്റെ വഴി തെറ്റായിരുന്നോ എന്നൊരു ചിന്ത. ആദ്യമായി അവൾ അമ്മയെയും അച്ഛനെയും കൂടപ്പിറപ്പുകളെയും അവരുടെ സ്നേഹത്തെയും തൻ്റെ കുടുംബത്തെയും കുറിച്ച് ഓർത്തു. അമ്മയുടെ മടിയിലൊന്ന് കിടന്ന് പൊട്ടിക്കരയാൻ മനസ്സ് കൊതിപൂണ്ടു. വിദ്യാഭ്യാസവും ജോലിയും സ്വന്തമായി വരുമാനമുള്ളപ്പോഴും സ്ത്രീയിലെ നിസ്സഹായതയുടെ മുഖം. തളരാൻ പാടില്ല. തീരുമാനങ്ങൾ എപ്പോഴും ഉറച്ചതായിരിക്കണം. നേരിൻ്റെ മുഖമറച്ചതും മൂടുപടമിട്ടതും ജീവിതത്തിനോട് പൊരുതാൻ ഉറച്ചതും ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ലേ? തളരാതെ എഴുന്നേൽക്ക്, ഉറച്ചു നിൽക്ക്. മനസ്സ് അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. നീ മാത്രമല്ലേ എല്ലാം അറിയുന്നവൾ. ഈ വഴി തിരഞ്ഞെടുത്തത് നീയല്ലേ? എന്നെങ്കിലും ഒരിക്കൽ നീ ഇതെല്ലാം പ്രതീക്ഷിച്ചതുമല്ലേ? നീ ശ്യാമയാണ്. സ്നേഹിച്ച മനസ്സിനു വേണ്ടി നിന്നെ സ്നേഹിച്ചവരുടെ എല്ലാം സ്നേഹം നിഷേധിച്ചവൾ. തളരാൻ പാടില്ല, എഴുന്നേൽക്ക്. മനസ്സ് അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ശ്രീധരൻ ശ്യാമയോട് സംസാരിക്കാറില്ല. ശാരദ ആ സമയം ശ്രീധരൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ശ്യാമയാണെങ്കിൽ ആകെ തളർന്നു പോയിരുന്നു. ഒറ്റപ്പെടൽ അവളെ മാനസികമായി തളർത്തി. ചിന്തകൾ കാട് കയറുമ്പോൾ, മനസ്സ് കൈപ്പിടിയിൽ നിൽക്കാതെ വരുമ്പോൾ അവൾ തൻ്റെ അമ്മയെ വിളിക്കും. അവരോട് സങ്കടങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ ഒരാശ്വാസം. അമ്മയുടെ വാക്കുകൾ അവൾക്ക് ജീവശ്വാസമായി. അതവളെ വീണ്ടും ജീവിപ്പിക്കുകയായിരുന്നു. ഒരു പകൽ അലക്കിയ തുണികൾ അഴയിൽ വിരിക്കുകയായിരുന്നു ശ്യാമ. റോഡിലൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അവൾ റോഡിലേക്ക് നോക്കി. സൂര്യയും ഭർത്താവും മോഹനും അയാളുടെ അച്ഛനും അമ്മയുമായിരുന്ന അതിഥികൾ. ശാരദ ഓടിയിറങ്ങി വന്ന് അവരകത്തേക്ക് ആനയിച്ചു. ശാരദ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. ശ്രീധര, മോനെ ശ്രീധര, നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേ. ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നു നോക്കിയേ. അല്ല, വന്ന കാലം നിൽക്കാതെ എല്ലാവരും ഇരിക്കേ. ശ്രീധരൻ അകത്തുനിന്ന് ഇറങ്ങി വന്നു. അവരെ കണ്ട അയാളുടെ മുഖം മങ്ങിയെങ്കിലും പ്രസന്നം നടിച്ച അയാൾ ചോദിച്ചു. ആഹാ, നിങ്ങളായിരുന്നോ? എന്താ വിശേഷം എല്ലാവരും കൂടെ? മോഹന, നീ ഒന്ന് നാട്ടിലെത്തിയത്? മറുപടി പറഞ്ഞ ശാരദയായിരുന്നു. ഞാൻ വിളിച്ചിട്ട് അവർ വന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോഴേക്കും ശ്യാമ അവിടേക്ക് വന്നു. എല്ലാവരും കുടിക്കാനെന്ത് എടുക്കേണ്ടത്? ചായയോ അതോ കാപ്പിയോ? അവൾ എല്ലാവരെയും നോക്കി. ആരും ഒന്നും സംസാരിച്ചില്ല. ശാരദയാണ് അതിന് മറുപടി പറഞ്ഞത്. അവർക്ക് നിന്റെ ചായയും കാപ്പിയൊന്നും വേണ്ട. അതാ വേണമെങ്കിൽ അതെൻ്റെ സൂര്യമോൾ ഇട്ടോളൂ. അവർ ശ്യാമയെ നോക്കി ചുണ്ടുകൂട്ടി. പിന്നെ നീയും കൂടി കേൾക്കാനാ പറയുന്നത്. ഇവർ വന്നിരിക്കുന്ന രേണുകയെ ശ്രീധരന് കൊടുക്കാനുള്ള ആലോചനയായിട്ടാ. ഇപ്പം അവർ ഒരുമിച്ചല്ലേ ജോലി. ഇനിയിപ്പോൾ നീ ഒന്ന് ഒഴിഞ്ഞു തന്നാൽ മാത്രം മതി. ശ്യാമൻ ഞെട്ടിത്തിരിഞ്ഞ് ശ്രീധരനെ നോക്കി. അയാളും അമ്പരം നിൽക്കുകയാണ്. അമ്മ എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ അമ്മയോട് എനിക്ക് കല്യാണം ആലോചിക്കാൻ. അയാൾ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. നീ ഒന്നും പറയണ്ട, ഞങ്ങളത് തീരുമാനിച്ചു കഴിഞ്ഞു. സൂര്യയെ, നീ കൊണ്ടുവന്ന ആ പേപ്പറും എടുക്ക്. അവർ സൂര്യയോട് പറഞ്ഞു.
ഇതാ വല്യമ്മേ പേപ്പർ. സൂര്യ കയ്യിലിരുന്ന ബാഗിൽ നിന്ന് കുറച്ച് പേപ്പറുകൾ പുറത്തെടുത്തു. ഇത് ബന്ധം പിരിയാനുള്ള അപേക്ഷയാ. ഇതിൽ രണ്ടുപേരും ഒപ്പിട്ട് തരണം. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ. കുട്ടികളുണ്ടാവാത്ത ഭാര്യയെ ഉപേക്ഷിക്കാൻ ഭർത്താവിന് നിയമപരമായിട്ട് സാധിക്കുന്നല്ലേ വക്കീല് പറഞ്ഞ്, അല്ലേ സൂര്യയെ? അതേ വല്യമ്മേ, വക്കീലെല്ലാം എഴുതി ചേർത്തിട്ടുണ്ട്. രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ രണ്ടുപേരും ഒപ്പിടാനുള്ള പേപ്പർ ഉണ്ട്. അതല്ലെങ്കിൽ ശ്രീധരന്റെ മാത്രം ഒപ്പിടാനുള്ള വക്കീല് തന്നുവിട്ടിട്ടുണ്ട്. സൂര്യ പേപ്പറുകൾ ശാരദയ്ക്ക് നേരെ നീട്ടി. കൺമുമ്പിൽ കാണുന്ന വിശ്വസിക്കാനാവാതെ ശ്യാമ ചുറ്റും പകച്ചു നോക്കി. താൻ അകപ്പെട്ടിരിക്കുന്ന ചക്രവ്യൂഹത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിൽ നിന്നും സ്വയം പുറത്തിറക്കാൻ സാധിക്കില്ല. കൈ പിടിച്ച് പുറത്തെത്തിക്കേണ്ട ആൾക്ക് താനിപ്പോൾ അന്യയുമാണ്, കേവലം ഒരു അപരിചിത. ജീവിതത്തിലേക്കുള്ള വഴി അവസാനിക്കുകയാണോ? അവൾക്ക് ബോധം മറിയുന്ന പോലെ തോന്നി. ശാരദ ബലമായി പിടിച്ചേൽപ്പിച്ച കടലാസിലെ അക്ഷരങ്ങൾ കണ്ണോടിച്ചിരിക്കുകയാണ് ശ്യാമ. ചുമരിലേക്ക് മിഴികൾ നട്ട് കിടക്കുകയായിരുന്നെങ്കിലും ശ്രീധരന്റെ ശ്രദ്ധ മുഴുവൻ അവളിലായിരുന്നു. ഇപ്പോൾ അവൾ കരയുന്നൊന്നുമില്ല. ഒരു നിസ്സംഗതയാണ് മുഖത്ത്. എന്തോ ചിന്തിച്ചുറപ്പിച്ച ലക്ഷണമുണ്ട്. ശ്രീധരന് അത്ഭുതം തോന്നി. ശ്യാമ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവൾക്ക് എല്ലാവരോടും സ്നേഹമായിരുന്നു. സ്വന്തമായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അവളുടെ തീരുമാനങ്ങൾ ആരെയും വിഷമിപ്പിക്കുന്നതോ ബുദ്ധിമുട്ടിക്കുന്നതോ അല്ലായിരുന്നു. അല്ലറ ചില്ലറ പിണക്കങ്ങൾ ഒഴിച്ചാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ശ്യാമയ്ക്ക് തന്നെ ഇഷ്ടപ്പെട്ടതോർത്ത് അത്ഭുതം തോന്നിയിട്ടുണ്ട്. സ്വന്തമായ ഒരു ജോലിയില്ലാത്ത, അമ്മ മാത്രം സ്വന്തമായുള്ള, കാണാൻ വലിയ ഭംഗിയോ നിറമോ ഇല്ലാത്ത തന്നെ അവൾ ഇഷ്ടപ്പെട്ടപ്പോൾ സ്വയം ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. അന്ന് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തൻ്റെ ബന്ധുവെന്ന് പറഞ്ഞ് സർജറിക്കായുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തു. പിന്നീട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ബി നെഗറ്റീവ് രക്തം നൽകാൻ അവൾ തയ്യാറായതുമൊക്കെ കൂട്ടുകാർ പറഞ്ഞാണ് അറിയുന്നത്. ആക്സിഡന്റ് അവശേഷിപ്പിച്ചു പോയ ശാരീരികമായ അവശതകളും അനിശ്ചിതമായ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളുമായി ആശുപത്രി കിടക്കിൽ തളർന്നു കിടന്ന തനിക്ക് താങ്ങായി നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അവളായിരുന്നു. മകനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന അമ്മയ്ക്ക് ധൈര്യം നൽകിയതും ചേർത്ത് പിടിച്ചത് അവളാണ്. തൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെയും പൂർവാധികം ശക്തിയോടെ അവൾ തന്നിലേക്ക് അടുക്കുകയായിരുന്നു. തൻ്റെ അമ്മയ്ക്കായിരുന്നു വിവാഹത്തിന് കൂടുതൽ താല്പര്യമെന്ന് അയാൾ ഓർത്തു. ജീവനായി സ്നേഹിച്ച അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും സ്വന്തം കുടുംബത്തെയും ഉപേക്ഷിച്ച് കൂടെ വന്നവളാണ് ശ്യാമ. പിന്നെ അവളുടെ ലോകം അമ്മയും താനും, ഈ വീടും പിന്നെ അവളുടെ ജോലിയും മാത്രമായിരുന്നു. തനിക്ക് ഈ ജോലി കിട്ടിയതിന് ശേഷമാണ് ഇന്ന് കാണുന്ന ബന്ധുക്കൾ ഉണ്ടായതെന്ന് അയാൾ ഓർത്തു. തന്നെ കൊണ്ട് രേണുകയെ വിവാഹം കഴിപ്പിച്ചിരുന്നെങ്കിലെന്ന ആഗ്രഹം പോലും അവർക്കൊക്കെ ഉണ്ടായത് ജോലി കിട്ടിയതിന് ശേഷമായിരുന്നു. കുട്ടികളുണ്ടാവില്ലെന്നറിഞ്ഞപ്പോൾ അവരുടെ ആഗ്രഹം എങ്ങനെയും സാധിക്കാനുള്ള ശ്രമമായി. കഴിഞ്ഞ കാലങ്ങൾ മറന്ന് അമ്മയും അവർക്കൊപ്പം ചേർന്നു. അയാൾക്ക് കുറ്റബോധം തോന്നി. താൻ അവളെ സങ്കടപ്പെടുത്തിയല്ലോ. ഒരു കുഞ്ഞെന്ന ആഗ്രഹമാണ് തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. പാവം, അവൾക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. മറ്റാരെന്ത് ചെയ്താലും പറഞ്ഞാലും ശ്യാമയെ അത് ബാധിക്കില്ല. പക്ഷേ താൻ. അയാൾ തിരിഞ്ഞ് ശ്യാമയെ നോക്കി. അവൾ കിടന്നു കഴിഞ്ഞിരുന്നു. അയാളിൽ നിന്ന് വശം തിരിഞ്ഞ കൈ തലക്ക് പുറകിൽ വെച്ച് കാലുകൾ പുറകിലോട്ട് മടക്കി അവൾ കിടക്കുന്ന അയാൾ നോക്കിയിരുന്നു. ഇടയ്ക്കിടെ ചുമലുകൾ ഉയർന്നു താഴുന്നുണ്ട്. കരച്ചിലിന്റെ നേരിയ ശബ്ദം. ഏങ്ങലുകൾ പുറത്ത് കേൾക്കാതിരിക്കാനാവാം മുഖം തലയിണയോട് ചേർത്ത് വെച്ചിരിക്കുന്നു. തന്നോട് ഇത്രയധികം സ്നേഹമുണ്ടായിട്ടും അവളുടെ കുറവുകളെക്കുറിച്ച് താൻ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും സംസാരിക്കുക പോലും ചെയ്യാതിരുന്നിട്ടും തൻ്റെ കുഞ്ഞെന്ന ആഗ്രഹത്തിന് അവൾ എതിര് നിൽക്കുന്നത് എന്താണ്? ശ്രീധരന്റെ ആലോചന വീണ്ടും അതിലേക്ക് തന്നെ എത്തിച്ചേർന്നു. അയാൾ ഏറെ സമയം എന്തോ ആലോചിച്ചിരുന്നു. പിന്നെ എന്തോ ഉറപ്പിച്ച പോലെ മേശമേലിൽ നിന്ന് അവളുടെ ഫോണും എടുത്ത് മുറിക്ക് പുറത്തേക്ക് നടന്നു. ശ്യാമയുടെ അമ്മയെ അവൾ ഫോൺ ചെയ്തിരുന്നതായി ശ്രീധരൻ അറിയാമായിരുന്നു. പക്ഷെ ഒരിക്കലും അവർ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. വീട്ടുകാരെക്കുറിച്ച് സംസാരിക്കാൻ ശ്യാമ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നില്ലല്ലോ. അയാൾ ഫോണെടുത്ത് അമ്മയെന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു. അങ്ങേ തലക്കിൽ ആദ്യോടെയുള്ള ശബ്ദം കേട്ടു. എന്താ മോളെ, എന്തുപറ്റി ഈ സമയത്ത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശ്രീധരൻ ഒരു നിമിഷം ഒന്നും മിണ്ടാനാവാൻ നിന്നു. പിന്നെയും ആ ശബ്ദം കേട്ടു. അമ്മയ്ക്ക് ഇവിടെ ഉറക്കം പോലും ഇല്ല. എൻ്റെ കുട്ടിയെക്കുറിച്ച് ഓർത്ത്. നീ വിഷമിക്കേണ്ട. അമ്മ അച്ഛനോടെല്ലാം സംസാരിച്ചു. നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാം. നീ എന്തെങ്കിലും ഒന്ന് പറയൂ കുട്ടി. ഇത്തവണ ശ്രീധരൻ ശബ്ദിച്ചു. ഇത് ശ്യാമയല്ല, ശ്രീധരനാ. അപ്പുറത്തൊന്ന് പകച്ചു എന്ന് തോന്നിയെങ്കിലും അവർ ചോദിച്ചു, ശ്രീധരനോ? എൻ്റെ മോളെന്തിയെ? അവൾക്ക് എന്തെങ്കിലും? അവർ ചോദിച്ച് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീധരൻ പറഞ്ഞു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ ഉറങ്ങുവാണ്. എനിക്ക് അമ്മയൊന്ന് കാണാൻ സംസാരിക്കണം, അത് പറയാൻ വേണ്ടി വിളിച്ചതാ. ബുദ്ധിമുട്ടിച്ചിൽ ക്ഷമിക്കണം. നാളെ ഞാനും ശ്യാമയുടെ അച്ഛനും നിങ്ങളെ കാണാൻ വരുന്നുണ്ട്, അപ്പോൾ സംസാരിക്കാം. അവർ പറഞ്ഞ് ഫോൺ വെച്ചു. അയാൾ തിരികെ റൂമിലെത്തിയപ്പോഴേക്കും ശ്യാമ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. രാവിലെ ശ്രീധരൻ ഉണർന്നപ്പോഴും ശ്യാമ അരികിൽ തന്നെയുണ്ട്, തലയിന്ന് കണ്ട അതേ കിടപ്പിൽ. അയാൾക്ക് അത്ഭുതം തോന്നി. ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിരാവിലെ ഉണരും, വീട്ടിലെ ജോലികൾ തീർക്കും, പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ പോവും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനുള്ള തിരക്കും. ഇന്ന് എന്തുപറ്റി? ചിലപ്പോൾ തന്നോട് പിണങ്ങിയാവും. അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നടന്നത്. അയാൾ എഴുന്നേറ്റിൽ നിന്ന് ചുമച്ച്. ഒരനക്കവുമില്ല. അയാൾ അവളെ കുലുക്കി വിളിച്ചു. ശ്യാമ അറിയുന്നില്ല, വിളി കേൾക്കുന്നുമില്ല. ഒച്ച കേട്ട് ശാരദയും ഓടിയെത്തി. അവർക്കും പരിഭ്രമമായി. അയൽപക്കത്തുള്ളവർ ആരും എത്തിച്ച ടാക്സിയിൽ ശ്യാമയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഒരു ബെഡിൽ കണ്ണുകളടച്ച് കിടക്കുകയാണ് ശ്യാമ.
കയ്യിൽ കുത്തിയ നീഡിൽ വഴി ട്രിപ്പ് ശരീരത്തിൽ കയറുന്നുണ്ട്. അവൾക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ശാരദയും ശ്രീധരനും അരികിലുണ്ട്. അപ്പോഴാണ് മധ്യവയസ്കരായ സ്ത്രീയും പുരുഷനും മറ്റു കുറച്ചാളുകളും അവിടെ എത്തുന്നു. ആ പുരുഷനും സ്ത്രീയും ശ്യാമയുടെ ബെഡിനടുത്തേക്ക് വന്നു. അവർ ശ്യാമയുടെ അടുത്തേന്ന് നിന്നു. ആ സ്ത്രീ കരയുന്നുണ്ടായിരുന്നു. അത് ശ്യാമയുടെ അച്ഛനും അമ്മയുമാണെന്ന് ശ്രീധരന് മനസ്സിലായി. അയാളായിരുന്നു അവരെ വിവരമറിയിച്ച്. അയാൾക്ക് അവരെ അഭിമുഖീകരിക്കാനുള്ള ശക്തിയില്ലായിരുന്നു. കുറ്റബോധം കൊണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശ്രീധരൻ ഒന്ന് വെളിയിലോട്ട് വരൂ, ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങൾ ഡോക്ടറെ കണ്ടിരുന്നു. ശ്യാമക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ കുറച്ച് കഴിയുമ്പോൾ നോർമലാവും. അവരത് പറഞ്ഞ് പുറത്തേക്ക് നടന്നു. അയാൾ അവരെ അനുഗമിച്ചു. അവർ ആശുപത്രി വളപ്പിനുള്ളിൽ ഒരു തണൽ മരത്തിന് താഴെയായി പണിതിരിക്കുന്ന സിമെന്റ് ബെഞ്ചിലിരുന്നു. ആരും ഒന്നും സംസാരിച്ചില്ല. ശ്രീധരനാണ് സംസാരിച്ച് തുടങ്ങിയത്. അയാൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനാണ് ശ്യാമയുടെ അവസ്ഥയ്ക്ക് കാരണം. അയാൾ വിതുമ്പി. എല്ലാം എൻ്റെ തെറ്റാ. ഞാനൊരിക്കലും ശ്യാമയെ കുഞ്ഞിനെ ദത്തെടുക്കാനായിട്ട് നിർബന്ധിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അവൾ അതിനെ ഇത്രയേറെ എതിർക്കുന്നതിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് രേണുകയെ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കായിരുന്നു. ഞാനത് ചിന്തിച്ചിട്ടേ ഇല്ല. എന്നിട്ടും അവളെന്താണ് ഇങ്ങനെ? എനിക്ക് ശ്യാമയെ മനസ്സിലാവുന്നേ ഇല്ല. അയാൾ പറഞ്ഞു നിർത്തി. ഇത്തവണ സംസാരിച്ച് ശ്യാമയുടെ അച്ഛനായിരുന്നു. നിനക്ക് മാത്രമല്ല ശ്രീധര, ഞങ്ങൾക്ക് അവളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നീ അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്ന, എപ്പോഴും ചിരിച്ച് പെരുമാറുന്ന, സന്തോഷമായിട്ടിരിക്കുന്ന ശ്യാമയെ മാത്രമേ നിനക്കറിയോ. നിന്നെ ആദ്യമായി കണ്ട നാൾ മുതൽ നീ ഇന്നലെ അവളോട് പെരുമാറിയതുവരെ ഞങ്ങളുമായിട്ട് പങ്കിട്ടവളാ എൻ്റെ മകള്. അവൾ ഇന്നും സന്തോഷമായിട്ടിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. നിന്നോട് അവൾക്ക് പ്രണയമാണെന്ന് അറിഞ്ഞപ്പോൾ മോൾക്ക് നല്ലതെന്താ തോന്നുന്നു അത് ചെയ്യുമെന്നാ അവളോട് ഞങ്ങൾ പറഞ്ഞു. നീ അവളെ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. എന്താണെന്നോ, പണത്തിനോട് ആർത്തിയില്ലാത്തൊരു നല്ല മനസ്സുള്ള ചെറുപ്പക്കാരനാണ് നീയെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പക്ഷേ വീതി എന്ന വില്ലനൊരു വലിയ കറുത്തപാടായി വന്ന് അവളെ വെല്ലുവിളിച്ചപ്പോൾ അവൾ ആദ്യമൊന്ന് തളർന്നുപോയി. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഞങ്ങളും ആകെ തകർന്നുപോയി. അതുകൊണ്ട് മാത്രമാണ് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ അവളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷെ അവൾ ചിന്തിച്ചുറപ്പിച്ച ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. അവൾക്ക് നിന്നെ തന്നെ വേണമെന്ന്. അതിന് അവൾ പറഞ്ഞ കാരണം അറിയണ്ടേ? അവൾ അത്രയധികം സ്നേഹിക്കുന്ന അമ്മയുടെയും മകൻ്റെയും കണ്ണീര് കാണാൻ അവൾക്ക് വയ്യെന്ന്. കൊഞ്ചിച്ച് ലാളിച്ച എല്ലാ സൗഭാഗ്യങ്ങളോടും വളർന്ന മകള് ജീവിതത്തിൻ്റെ ഉമിത്തിയിൽ ഉരുകിയാൻ വരുന്ന കാണാൻ കേൾപ്പില്ലാത്തതുകൊണ്ടാ ഞങ്ങൾ ഈ വിവാഹത്തിന് എതിരി നിന്ന്. പക്ഷേ അവൾ അവളുടെ വഴി തിരഞ്ഞെടുത്തു. നിങ്ങളുടെ ജീവിതം കണ്ടപ്പോൾ അകലെയിരുന്ന് ഞങ്ങളും സന്തോഷിച്ചു. ദിവസവും വരുന്ന ഫോൺ കോളുകളിൽ നിന്ന് എല്ലാ വിവരവും ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഒടുവിൽ ഞങ്ങൾ ഭയപ്പെട്ട് തന്നെ സംഭവിച്ചു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്ത്? എന്തായാലും ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ഇനിയും അവളെ സ്വന്തം ഇഷ്ടത്തിന് വിടുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ നഷ്ടമായാലോ. അതുകൊണ്ട് നിനക്ക് വേണ്ടാത്ത ഞങ്ങളുടെ മകളെ ഞങ്ങൾ തിരിച്ചെടുക്കുന്നു. ഇനിയൊന്നും ഞങ്ങൾക്ക് സംസാരിക്കാനില്ല. അവർ എഴുന്നേറ്റു. അല്ല, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ നീ ഒരിക്കലും ശ്യാമയെ അറിയാതെ പോവും. അയാൾ തിരികെ അവിടെ വന്നിരുന്നു. ശ്യാമയുടെ അമ്മയുടെ ബാഗിൽ നിന്നൊരു ഫയൽ പുറത്തെടുത്തു. ഇത് ഞങ്ങൾ നിന്നെ ഏൽപ്പിക്കുക. ഇനി ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. ശ്രീധരൻ അത് വാങ്ങിയില്ല. ഇതെന്താണെന്ന് പറയൂ. എന്താണെന്ന് അറിയാൻ ഞാനെന്തിനിത് വാങ്ങണം? അയാൾ ശ്യാമയുടെ അച്ഛനെ നോക്കി. നീ ഒരിക്കലും അറിയരുത് നിന്റെ മകൾ ആഗ്രഹിച്ചതാ. ഇതറിഞ്ഞാൽ പിന്നെ നീയും നിന്റെ അമ്മയും ജീവിച്ചിരിക്കില്ലെന്ന് അവൾ പറഞ്ഞിരുന്നു. അന്നത്തെ നിന്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പൊ ഞാനിത് പറയുന്നതിന് എന്തിനു മടിക്കണം? ശ്രീധരൻ ആകാംക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഇത് നിനക്ക് ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ചികിത്സിച്ചതിന്റെ പേപ്പേഴ്സാ. അന്ന് ആ അപകടത്തെ തുടർന്ന് നടത്തിയ ടെസ്റ്റുകളുടെ അവസാന ഡോക്ടർ അത് പറഞ്ഞു. നിനക്ക് കുട്ടികളുണ്ടാവാൻ ഇനി ബുദ്ധിമുട്ടായിരിക്കുന്നു. പതിവായ വ്യായാമവും യോഗയും ചിട്ടയായ ജീവിതചര്യയിലൂടെയൊക്കെ ശ്രമിച്ചാൽ ചിലപ്പോൾ ഒരു മിറാക്കിൾ സംഭവിച്ചേക്കാം. ചികിത്സയുടെ ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അവളവിടെ നേഴ്സായതുകൊണ്ടും നിനക്കൊപ്പം പ്രായമായ അമ്മ മാത്രമേ ഉള്ളതുകൊണ്ടും നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന പരിഗണന ഉണ്ട്. അത് നിന്നെ അറിയിക്കാൻ ഡോക്ടർ അത് അവളോട് പറഞ്ഞു. നീ ഇത് ഒരിക്കലും അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ചു. നീ ഒരിക്കലും ഇത് അറിയാതിരിക്കാനാ അവൾ ഈ ഫയൽ ഞങ്ങളെ ഏൽപ്പിച്ച്. നിങ്ങൾക്ക് കുറച്ച് താമസിച്ചാണെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന അവൾ വിശ്വസിച്ചു. അഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും നിങ്ങൾ മോനും അമ്മക്ക് അവളെ വെറുക്കാൻ കഴിയില്ലെന്നും അവൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാ അവൾ ഒരിക്കലും നിന്നോട് കുഞ്ഞുങ്ങളെപ്പറ്റി സംസാരിക്കാതിരുന്നു. നീ വിഷമിക്കരുതെന്ന് അവൾ കരുതി. നിന്റെ കുഞ്ഞിനെയായിരുന്നു അവൾക്ക് ആവശ്യം. പക്ഷേ നീ അവളെ തോൽപ്പിച്ച് കളഞ്ഞു. കേട്ടത് വിശ്വസിക്കാനാവാൻ നിൽക്കുന്ന ശ്രീധരനെ മറികടന്ന് അവർ ഹോസ്പിറ്റൽ റൂമിലേക്ക് നടന്നു. എല്ലാം അറിഞ്ഞപ്പോൾ ശ്രീധരന് മരിക്കാനാണ് തോന്നിയത്. പക്ഷേ ശ്യാമയെ ഒരിക്കൽ കൂടി കാണണമെന്ന് അയാൾക്ക് തോന്നി. അവളോട് മാപ്പ് പറയണം. താൻ അവൾ അറിയാതെ പോയതിന് അവളെ കണ്ട് മാപ്പ് പറഞ്ഞേ മതിയാവൂ. അവൾ അവളുടെ ഒപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാഴ്ച ഉണ്ടായില്ലെങ്കിലോ? അയാൾ തൻ്റെ തളർന്ന കാലുകൾ വലിച്ച് ശ്യാമയുടെ അടുത്തേക്ക് നടന്നു. ശ്യാമ കരയുകയായിരുന്നു. അരികെ അവളുടെ അച്ഛനും അമ്മയും ഉണ്ട്.
ശാരദയാകെ പേടിച്ച മട്ടാണ്. ശ്യാമയുടെ ആളുകൾ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല. തങ്ങളുടെ കൂടെ ശ്യാമയെ കൊണ്ടുപോയി തീരുമെന്ന വാശിയിലാണ് അവളുടെ അച്ഛനമ്മമാർ. അവൾ കരയുകയാണ്. ശ്രീധരൻ എല്ലാം അറിഞ്ഞു എന്നാണ് അവളെ വേദനിപ്പിക്കുന്നത്. അപ്പോഴാണ് ഡോക്ടർ റൂമിലേക്ക് വന്നത്. ആഹാ, ഇതെന്താ ഇവിടെ വലിയ കരച്ചിലും പിഴിച്ചിലൊക്കെ? ഒന്ന് ബോധം പറയാൻ ഇത്രയൊക്കെ കരയണോ? ഡോക്ടർ ശ്യാമയുടെ അരികിലെത്തി. അവളെ നോക്കി ചിരിച്ചു. എവിടെ തൻ്റെ ഭർത്താവ്? ഞാൻ അയാളൊന്ന് കാണട്ടെ. അത് കേട്ടുകൊണ്ടാണ് ശ്രീധരൻ അവിടേക്ക് വന്നത്. ഡോക്ടർ തിരിഞ്ഞ് ശ്രീധരനെ നോക്കി പുഞ്ചിരിച്ചു. സന്തോഷത്തോടെ അയാളുടെ കൈപ്പിടിച്ച് കുലുക്കി. കൺഗ്രാജുലേഷൻ ശ്രീധര, താങ്കളൊരു അച്ഛനാവാൻ പോകുന്നു. ശ്രീധരൻ അവിശ്വസനീയതയോടെ അതിലുപരി സന്തോഷത്തോടെ ശ്യാമയെ നോക്കി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ച് കൈകൂപ്പി ദൈവത്തിനോട് നന്ദി പറയുകയായിരുന്നു. ശ്യാമയുടെ അച്ഛനും അമ്മയും ശാരദയുമെല്ലാം കേട്ട സത്യം തന്നെയൊന്ന് അമ്പരപ്പിലായിരുന്നു. ശ്രീധരൻ ചുറ്റുമുള്ളവരാരെയും കാണുന്നുണ്ടായിരുന്നില്ല. അയാൾ ഓടി ശ്യാമയ്ക്കരികിലെത്തി. അവളെ വാരിപ്പുണർന്നു. ആ മുഖം ഉമ്മകൾ കൊണ്ട് മൂടി പൊട്ടിക്കരഞ്ഞു. ശ്യാമേ, മോളെ, നിന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ. അയാളെ പറഞ്ഞു പൂർത്തിയാക്കാൻ അവൾ സമ്മതിച്ചില്ല. അവളെ അയാളുടെ ചുണ്ടുകൾ മറച്ചു. വേണ്ട, ഒന്നും പറയണ്ട, എനിക്ക് കേൾക്കേണ്ട. ഇത്ര നാൾ എങ്ങനെയോ അത് തന്നെ മതി, ഇനിയും മറ്റാരും ഒന്നും അറിയണ്ട. അവളെ അയാളുടെ ചുമലിലേക്ക് തലയായിച്ചു. കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു സന്തോഷത്തിൻ്റെ കണ്ണുനീർ. ഇതാണ് ശ്യാമ. ശ്യാമ എപ്പോഴും ഇങ്ങനെയാണ്.